ഹലോ നമസ്കാരം. കാതോർക്കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. അഹാന കൃഷ്ണയുടെ 30ാം പിറന്നാൾ ദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. നിരവധി പേരാണ് അഹാനയ്ക്ക് ആശംസകൾ അറിയിച്ചത്. അഹാനയുടെ വീട്ടുകാരും ഹൃദ്യമായ പിറന്നാൾ ആശംസകൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു. 20കൾ അവസാനിച്ചതിന്റെ വിഷമം അഹാനയ്ക്കുണ്ട്. ഈ വിഷമം മാറ്റാൻ BMW X5 കാർ അഹാന പിറന്നാളിന് സ്വയം സമ്മാനിച്ചു. 94 ലക്ഷമാണ് ഈ കാറിന്റെ വില. ഇത്രയും വിലപിടിപ്പുള്ള കാർ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി അഹാനയ്ക്കുണ്ടോ എന്നാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യം. സിനിമാ നടിയാണെങ്കിലും വിരലിൽ എണ്ണാവുന്ന സിനിമകൾ അഹാന ഇതുവരെ അഭിനയിച്ചിട്ടുള്ളൂ. ഈ സിനിമകളൊന്നും വലിയ ഹിറ്റുമല്ല. സോഷ്യൽ മീഡിയയാണ് അഹാനയുടെ പ്രധാന വരുമാന സ്രോതസ്. ഇൻഫ്ലുവൻസറായ അഹാന നിരവധി പ്രൊഡക്റ്റുകളുടെ പരസ്യം ചെയ്യുന്നുണ്ട്. ഇന്ന് സഹോദരിമാർക്കും അമ്മയ്ക്കുമൊപ്പം ഒരു ബിസിനസ് സംരംഭവുമുണ്ട്. അഹാനയുടെ വരുമാനം അധികം ചെലവഴിച്ചു പോകുന്നില്ലെന്ന് നെറ്റിസൺസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാതാപിതാക്കൾ ഉണ്ടാക്കിയ വീട്ടിലാണ് അഹാന കഴിയുന്നത്. വാടക വീടോ അപ്പാർട്ട്മെന്റോ എടുത്തിട്ടില്ല. മിക്ക ട്രിപ്പുകളും സ്പോൺസേർഡ് ആണ്. ചെലവിൽ ഇളവോ അല്ലെങ്കിൽ സൗജന്യ യാത്രയോ ലഭിക്കും. അഹാന വിവാഹിതയല്ല. ഡിപ്പെൻഡൻസ് ഇല്ല. മാതാപിതാക്കളും സഹോദരങ്ങളുമെല്ലാം സ്വന്തമായി വരുമാനമുള്ളവർ. കൊളാബറേഷനിലൂടെ ഡ്രസ്സുകളും ലഭിക്കുന്നു. EMAയോ മറ്റോ ഉണ്ടെങ്കിൽ അഹാനയ്ക്ക് ആശങ്കപ്പെടേണ്ടതില്ലെന്നും അതിനും സോഷ്യൽ മീഡിയ വഴി അഹാന പരിഹാരം കാണുന്നുണ്ടെന്നും വാദമുണ്ട്. ഈ അടുത്താണ് ഇൻസ്റ്റഗ്രാമിൽ അഹാന എക്സ്ക്ലൂസീവ് കണ്ടന്റിനായി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത്. 300 സബ്സ്ക്രൈബേഴ്സിനെ ലഭിച്ചാൽ പോലും ഒരു തുക അഹാനയ്ക്ക് ലഭിക്കും. ഇതുവഴി കാറിന് മുടക്കിയ തുകയെല്ലാം അഹാനയ്ക്ക് തിരിച്ചു പിടിക്കാവുന്നതേയുള്ളൂ എന്ന് നെറ്റിസൺസ് പറയുന്നു. അഹാനയുടെ വിവാഹം ഉടനെ ഉണ്ടാകുമെന്ന അഭ്യൂഹമുണ്ട്. അങ്ങനെയെങ്കിൽ വിവാഹത്തിന്റെയും മറ്റു ഫോട്ടോകളും ദൃശ്യങ്ങളും എക്സ്ക്ലൂസീവ് കണ്ടന്റാകാനും സാധ്യതയുണ്ട്. സാമ്പത്തിക അച്ചടക്കമുള്ളയാളാണ് അഹാന കൃഷ്ണ. വരുന്ന പണം കളയാതെ സേവ് ചെയ്യണമെന്ന് അഹാന സഹോദരിമാരെയും ഉപദേശിക്കാറുണ്ട്. മുൻനിര സിനിമാ താരത്തെ പോലും വെല്ലുന്ന ലൈഫ് സ്റ്റൈലാണ് അഹാന ഇന്ന് നയിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ ജനശ്രദ്ധയാണ് ഇതിന് അഹാനയെ സഹായിച്ചത്. അഹാനയുടെ പുതിയ സിനിമകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അഹാനയ്ക്ക് മാതാപിതാക്കൾ ഹൃദ്യമായ പിറന്നാൾ ആശംസകൾ നേർന്നിട്ടുണ്ട്. അഹാനയ്ക്ക് ഞങ്ങളുടെ അമ്മുവിന് ഇന്ന് 30 വയസ്സ്. അമ്മുവിനോടൊപ്പം ഞാനും ഇന്ന് 30ാം പിറന്നാൾ ആഘോഷിക്കുന്നു. അഹാന ജനിക്കുന്നതുവരെ ഞാൻ സിന്ധുവിന്റെ ഭർത്താവ് മാത്രമായിരുന്നു. അമ്മു ജനിച്ചപ്പോൾ ഞാനൊരു അച്ഛനായി. പിന്നെ എന്നിലെ പിതാവ് ജനിച്ചു. ഇന്ന് അഹാനയുടെ 30ാം പിറന്നാൾ. ഒപ്പം എന്നിലെ അച്ഛന്റെ 30ാം വർഷവും ഒരുമിച്ച് ആഘോഷിക്കുന്നു. ഈ സന്തോഷം കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ആരോഗ്യവും ആയുസ്സും തന്ന ദൈവത്തിന് നന്ദി എന്നും കൃഷ്ണകുമാർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. കരിയറിൽ ശ്രദ്ധിക്കപ്പെടാൻ കഴിഞ്ഞ നടനല്ല കൃഷ്ണകുമാർ. അഹാനയ്ക്കും സിനിമാ രംഗത്ത് ശോഭിക്കാനായില്ല. എന്നാൽ സോഷ്യൽ മീഡിയ ഇവരുടെ ജീവിതം മാറ്റിമറിച്ചു. അഹാനയാണ് യൂട്യൂബ് ചാനൽ താരകുടുംബത്തിൽ ആദ്യം തുടങ്ങുന്നത്. പിന്നാലെ സഹോദരിമാരും മാതാപിതാക്കളും എത്തി. ഇന്ന് ഇവരെല്ലാം ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബേഴ്സ് ആണ്. അഹാനയുടെ സഹോദരി ഇശാനി കൃഷ്ണ നായികയായി തുടക്കം കുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആശകൾ 1000 ഇശാനി നായികയായി എത്തുന്ന ആദ്യ സിനിമ. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്.